ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എഗ്സ് എന്ന ടോപ്പിക്കാണ്. ഡെവലപ്മെൻറ്റൽ ബയോളജിയുടെ ആദ്യത്തെ 2 ഭാഗങ്ങൾ നമ്മൾ തിയറീസും അതുപോലെ തന്നെ ക്ലീവേജിനെ കുറിച്ചും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഡെവലപ്മെൻറ്റൽ ബയോളജിയുടെ നെക്സ്റ്റ് ക്ലാസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എഗ്സ് എന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എഗ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് എമൗണ്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്ക്. അപ്പോൾ എഗ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്സ് ഉണ്ട്. അത് എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ ഈ യോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ യോക്കിൻ്റെ എമൗണ്ട് ഇതിനെ വെച്ചിട്ടാണ് ഈ എഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം യോക്ക് ഈസ് ദ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഇൻ സൈറ്റോപ്ലാസം ഓഫ് എഗ്. ഈ എഗ്ഗിൽ റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ഇത് യോക്ക് എന്ന് പറയുന്നത്. ഈ യോക്ക് ഫോം ചെയ്തിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡുകൾ, പ്രോട്ടീൻസ്, അതുപോലെ എന്താണ് ലിപ്പിഡ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഇതൊക്കെ ചേർന്നിട്ടാണ് യോക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഈ യോക്കിൻ്റെ ഫോർമേഷൻ, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് യോക്ക് ആൻഡ് ഇറ്റ്സ് ഡിപ്പോസിഷൻ ഇൻ എഗ്. എഗ്ഗിൽ യോക്കിൻ്റെ ഫോർമേഷൻ അതുപോലെ അതിൻ്റെ ഡിപ്പോസിഷൻ ചെയ്യുമ്പോഴേക്ക് അതിനെ ആ ഒരു ഫോർമേഷൻ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വിറ്റലോജനസിസ് എന്ന് പറയും. അപ്പോൾ യോക്കിൻ്റെ ഫോർമേഷന് പറയുന്ന എന്താണ് ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണെന്ന് വിറ്റലോജനസിസ് എന്ന് പറയുന്നത്. ഇനി യോക്കിൻ്റെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നോക്കാം. യോക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 3 രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ദ യോക്ക്, യോക്കിൻ്റെ കോൺസെൻട്രേഷനെ വെച്ചിട്ട്. രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്ക്, പിന്നെ കവറിങ് അല്ലെ ഷെല്ല്, ഇതിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് യോക്കിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് യോക്കാണ്. ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് യോക്ക്, യോക്കിൻ്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് യോക്കിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് മൈക്രോ ലെസിത്തൽ എഗ്ഗാണ്. മൈക്രോ ലെസിത്തൽ എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഈ ടൈപ്പ് ഓഫ് എഗ്ഗിൽ വളരെ ലെസ് ക്വാണ്ടിറ്റി ഓഫ് യോക്ക് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് എമൗണ്ട്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എഗ് വെൻ യോക്ക് ഈസ് പ്രസൻറ്റ് ഇൻ എ വെരി ലെസ് ക്വാണ്ടിറ്റി. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് സീ എർച്ചിൻ, എക്കിനോഡംസിൽ സീ എർച്ചിൻ, ആംഫിയോക്സിസ്, സെഫലോകോണ്ടിൽ വന്ന ആംഫിയോക്സിസ്, അതുപോലെ ട്യൂണിക്കേറ്റ്സ്. ഇതിനകത്തൊക്കെ എന്താണ് മൈക്രോ ലെസിത്തൽ എഗ് ആണ് കാണുന്നത്. അപ്പോൾ മൈക്രോ ലെസിത്തൽ എഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എഗ് ദെൻ യോക്ക് ഈസ് പ്രസൻറ്റ് ഇൻ എ വെരി ലെസ് ക്വാണ്ടിറ്റി ആണ്. സെക്കൻഡ് വൺ ആണ് മീസോ ലെസിത്തൽ എഗ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് എഗ്ഗിൽ വെൻ യോക്ക് ഈസ് പ്രസൻറ്റ് ഇൻ മോഡറേറ്റ് എമൗണ്ട് ഓഫ് ആണ്. അതായത് ഒരു മോഡറേറ്റ് എമൗണ്ട് വെച്ചാൽ വളരെ ഒരു മീഡിയം ടൈപ്പ് ആണ് എന്തിൽ കാണുന്നത്, മീസോ ലെസിത്തൽ എഗ്ഗിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇനി എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആംഫീബിയൻസ്, അതുപോലെ എന്താണ് ഡിപ്ലോയിനി ഫിഷസ്, ലങ് ഫിഷസ്, പെട്രോമൈസൺ, ഫ്രോഗിലൊക്കെ എന്താണ് ആംഫീബിയൻസ് നമ്മൾ പറഞ്ഞു, ഫ്രോഗ് അല്ലേ. അതിനകത്തൊക്കെ എന്താണ് എഗ്സ് ആണ് കാണപ്പെടുന്നത്, മീസോലെസിത്തിലാണ്. അതായത് മോഡറേറ്റ് എമൗണ്ട് ഓഫ് യോക്ക് ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. മൈക്രോലെസിത്തിൽ നമ്മൾ പറഞ്ഞു വളരെ എമൗണ്ട് കുറവായിരിക്കും, യോക്കിൻ്റെ എമൗണ്ട് വളരെ കുറവ്. നെക്സ്റ്റ് വൺ ആണ് മാക്രോലെസിത്തൽ ഓർ മെഗാലെസിത്തൽ അല്ലെങ്കിൽ പോളിലെസിത്തൽ എഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എഗ് ഇൻ വിച്ച് ദ കോൺസെൻട്രേഷൻ ഓഫ് യോക്ക് ഈസ് ഹയർ ദാൻ സൈറ്റോസോൾ. അതായത് സൈറ്റോസോളിനെ കമ്പയർ ചെയ്യുമ്പോൾ യോക്കിൻ്റെ എമൗണ്ട് ആയിരിക്കും കൂടുതലെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് മൈക്രോലിസിത്തിൽ വളരെ കുറവാണ്, മീസോലിസിത്തിൽ വെച്ചാൽ മോഡറേറ്റ് എമൗണ്ട് യോക്ക് ആയിരിക്കും, എന്നാൽ ലാർജ് എമൗണ്ട് യോക്ക് ഉള്ളതാണ് ഇത് മാക്രോലിസിത്തിൽ. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഫിഷസ്. അപ്പോൾ റെപ്റ്റൈൽസിലും ബേർഡ്സിലും ഫിഷസിലും കാണപ്പെടുന്നത് മാക്രോലെസിത്തൽ എഗ്ഗാണ് അല്ലെങ്കിൽ മെഗാലെസിത്തൽ എഗ്ഗാണ് കാണപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ പ്രിമിറ്റീവ് എഗ് ലേയിങ് മാമൽസ് ആയിട്ടുള്ള പ്ലാറ്റിപ്പൽസിലും കാണപ്പെടുന്ന ഏത് ലെസിത്തൽ എഗ്ഗാണ്, മാക്രോ ലെസിത്തൽ എഗ്ഗാണ് പ്ലാറ്റിപ്പസിൽ കാണപ്പെടുന്നത്. പിന്നെ മറ്റൊരു ടൈപ്പാണ് എ ലെസിത്തൽ എഗ് എന്ന്. എ ലെസിത്തൽ എഗ് എന്ന് വെച്ചാൽ എഗ്ഗിൽ യോക്ക് ഉണ്ടാവത്തില്ല, അതായത് എഗ് വിത്തൗട്ട് യോക്കാണ്. അത് കാണപ്പെടുന്ന ഏതിലാണ്, ഹ്യൂമൻ എഗ്ഗാണ്. ഹ്യൂമൻ എഗ്ഗിൽ നമുക്കറിയാം യോക്ക് പ്രസൻ്റ് അല്ല, യോക്ക് ഉണ്ടായിരിക്കുന്നതല്ല. മറ്റെല്ലാ എഗ്സിലും എന്തുണ്ട്, യോക്ക് പ്രസൻ്റ് ആണ്. യോക്ക് എന്താണെന്ന് നമുക്കറിയാം, റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആണ് യോക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതായത് യോക്കിൻ്റെ വിതരണത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് ഐസോലെസിത്തൽ ഉള്ള ഹോമോലെസിത്തൽ എഗ്. അതായത് എന്താണ് എല്ലാ സ്ഥലത്തും ഒരേപോലെയുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകും. അതായത് ഈ എഗ് എന്ന് പറയുമ്പോൾ യൂണിഫോം ആയിട്ട് അതിൻ്റെ യോക്ക് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടും. ഇൻ ദിസ് ടൈപ്പ് എ വെരി ലിറ്റിൽ എമൗണ്ട് ഓഫ് യോക്ക്, അതായത് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് യോക്ക് പ്രസൻറ്റ് ഈസ്
യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, ഇവിടെ പ്രധാനം വെച്ചാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ഊപ്ലാസം. ഈ എഗ്ഗിനകത്ത് സൈറ്റോപ്ലാസം ആണല്ലോ ഊപ്ലാസം. ഈ ഊപ്ലാസത്തിനകത്ത് യോക്ക് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതാണ് ഐസോലെസിത്തൽ എഗ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എക്കിനോഡേംസ്, ആംഫിയോക്സിസ്, മാമൽസിലൊക്കെ കാണപ്പെടുന്നത് ഐസോലെസിത്തൽ അല്ലെങ്കിൽ ഹോമോലെസിത്തൽ എഗ്ഗാണ് കാണപ്പെടുന്നത്. സെക്കൻഡ് വൺ ആണ് ടീലോലെസിത്തൽ എഗ് എന്ന് പറയാം. ടീലോലെസിത്തൽ എന്ന് പറഞ്ഞാൽ ഇവിടെ യോക്ക് എന്ന് പറയുന്നത് ഒരു പോളിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് ഹിയർ യോക്ക് ഈസ് ഫൗണ്ട് ഓൺ ദ വൺ പോൾ ഓഫ് ദ എഗ്. എഗ്ഗിൻ്റെ ഒരു പോളിലായിട്ട് ആണ് ഈ യോക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണയായിട്ട് ദ എഗ് ഹാസ് ടു ഓപ്പോസിറ്റ് പോൾസ്. രണ്ട് പോൾസ് ആണുള്ളത്. വൺ ഈസ് ദ ആനിമൽ പോൾ ആൻഡ് ദ അതർ ഈസ് ദ എന്താണ് വെജിറ്റൽ പോളാണ്. അപ്പോൾ ആനിമൽ പോളും ഉണ്ട്, വെജിറ്റൽ പോളും ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പോളിലായിരിക്കും എന്ത് കാണപ്പെടുന്നത്. അപ്പോൾ ടീലോലിസത്തിൽ ടൈപ്സ് ഓഫ് എഗ്സിൽ ദോസ് വിച്ച് ഇൻ യോക്ക് ഈസ് പ്രസൻറ്റ് ഓൺ ദ വെജിറ്റൽ പോൾ. അതായത് ഈ വെജിറ്റൽ പോളിലായിരിക്കും എന്ത് കാണപ്പെടുന്നത്, യോക്ക് കാണപ്പെടുന്നത്. അതർ പോൾ, മറ്റു പോൾ എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ഫ്രീ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. എക്സാമ്പിൾ ആംഫീബിയൻസ് എഗ്. അപ്പോൾ ഫ്രോഗ്സിൻ്റെയൊക്കെ എഗ്ഗിൽ എന്താണ് ടീലോലിസത്തിൽ എഗ്ഗാണ് കാണപ്പെടുന്നത്. അപ്പോൾ ടീലോലിസത്തിൽ എഗ് എന്ന് പറഞ്ഞതാണ് യോക്ക് എന്ന് പറയുന്നത് ഒരു പോളിലായിട്ട് ആയിരിക്കും കാണപ്പെടുന്നത്. ഇപ്പോൾ രണ്ട് പോൾസ് ഉണ്ട്. ഒരു പോൾസ് എപ്പോഴും എന്തായിരിക്കും ഫ്രീ ആയിരിക്കും. മറ്റൊരു വെജിറ്റൽ പോളിലാണ് എന്ത് കാണപ്പെടുന്നത്, യോക്ക് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വണ്ണാണ് എന്താണ് സെൻട്രോലെസിത്തൽ എഗ് എന്ന് പറയും. സെൻട്രോലെസിത്തൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് എന്താണ് യോക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സെൻറ്ററിലാണ്. അപ്പോൾ ഇൻ ദിസ് ടൈപ്പ് ഓഫ് എഗ് യോക്ക് ഈസ് സറൗണ്ടഡ് ബൈ സൈറ്റോസോൾ. അപ്പോൾ യോക്കിനെ സറൗണ്ട് ചെയ്ത് സൈറ്റോസോൾ കാണപ്പെടുന്നു അല്ലെ, കോൺസെൻട്രേറ്റ്. അപ്പോൾ യോക്ക് എവിടെയായിരിക്കും, കോൺസെൻട്രേറ്റഡ് ഇൻ ദ സെൻറ്ററിലായിരിക്കും. ഇത്തരം എഗ്ഗ് കാണപ്പെടുന്നത്, സെൻട്രോലിസത്തിൽ എഗ്ഗ് കാണപ്പെടുന്നത് ഇൻസെക്ട്സിൽ കാണപ്പെടുന്നത് സെൻട്രോലിസത്തിൽ എഗ്ഗ് ഇൻസെക്ട്സിലാണ് കാണപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ്റെ ബേസിലും യോക്കിൻ്റെ അളവിൻ്റെ ബേസിലും നമ്മൾ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ്റെ ബേസിലും നമ്മൾ എഗ്ഗിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഷെല്ല് പ്രസൻ്റ് ആണോ എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമ്മൾ വീണ്ടും എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഷെല്ലിൻ്റെ ബേസിൽ എഗ്ഗിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്ലീഡോയിക് എഗ് ആൻഡ് നോൺ ക്ലീഡോയിക് എഗ്. ക്ലീഡോയിക് എഗ് ഉണ്ട്, നോൺ ക്ലീഡോയിക് എഗ് എന്നും പറയും. ക്ലീഡോയിക് എഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ ഷെൽ മേഡപ്പ് ഓഫ് കാൽസ്യം കാർബണേറ്റ്. ഇവിടെ ഈ ക്ലീഡോയിക് എഗ്ഗിൽ എന്താണ്, ഈ എഗ്ഗിനെ സറൗണ്ട് ചെയ്ത് കൊണ്ടിട്ട് ഒരു ഷെല്ലുണ്ടാവും. ഈ ഷെല്ല് കാൽസ്യം കാർബണേറ്റ്, ഇപ്പോൾ നമ്മൾ ഹെന്നിൻ്റെത്, ബേർഡ്സിൻ്റെത്, ഇതിൻ്റെയൊക്കെ മുട്ട, റെപ്റ്റൈൽസിൻ്റെത്, ബേർഡ്സിൻ്റെത്, ഇതിൻ്റെയൊക്കെ മുട്ടകൾ എങ്ങനെയായിരിക്കും നമുക്കറിയാം, ഷെല്ല് കൊണ്ടിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റെപ്റ്റൈൽസും ബേർഡ്സും ആണ്. അപ്പോൾ ക്ലീഡോയിക് എഗ് എന്ന് പറഞ്ഞതാണ് കാൽസ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു ഷെല്ല് പ്രസൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നോൺ ക്ലീഡോയിക് എഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദ എഗ്സ് വെയർ ഷെൽ ഈസ് ആബ്സെൻറ്റ്. അപ്പോൾ ഷെൽ ഈസ് ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഹ്യൂമൻ എഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അറിയാം, നമുക്ക് ഷെല്ല് പ്രസൻ്റ് അല്ല. അപ്പോൾ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് ഷെൽ ഊലമ ഈസ് പ്രസൻറ്റ്. അപ്പം ഈ ഷെല്ലിന് പകരം കൂടെ ഒരു കവറിങ് ആണ്. അപ്പോൾ ഊലമ ഈസ് പ്രസൻറ്റ് ഇൻ ദ എഗ് ഓഫ് ഹ്യൂമൻസ്. അപ്പോൾ ഹ്യൂമൻസിൻ്റെ എഗ്ഗിൽ ഷെല്ല് കാണപ്പെടുന്നില്ല, പകരം എന്താണ്, ഊലമ എന്ന് പറയുന്ന ഒരു കവറിങ് ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എഗ്ഗിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാം. അപ്പോൾ എഗ്ഗിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചതിൽ എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് യോക്കിൻ്റെ കോൺസെൻട്രേഷനിൽ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് യോക്കിൻ്റെ കോൺസെൻട്രേഷനിൽ, ഓൺ ദ ബേസ് ഓഫ് ഷെല്ലിൻ്റെ പ്രസൻസിൽ, ഇതിൽ 3 രീതിയിലാണ് നമ്മൾ എഗ്ഗിനെ ക്ലാസിഫൈ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായിട്ട് കാണും വരെ താങ്ക് യു.